ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരുന്നിരുന്ന കുക്കർ മസാല ഷവായില്ലേ, ഞാനിപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തേ ഞാനിത്ര വൈകിപ്പോയി എന്ന് ആലോചിച്ചു. അത്രയ്ക്ക് സിമ്പിളായിരുന്നു ഉണ്ടാക്കാനും. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്നെപ്പോലെ ഉണ്ടാക്കാൻ വൈകിയവരാണ് നിങ്ങളെങ്കിൽ അവർക്കുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ ആ മസാല ഒക്കെ ഉണ്ടാക്കിയ പാനിൽ തന്നെ പൊറോട്ടയും കൂടെ അങ്ങ് ചൂടാക്കിയ മസാലയും ചിക്കനിൽ നിന്ന് ഒരു പീസൊക്കെ കൊടുത്ത് വായിലിട്ടാലുണ്ടല്ലോ, അടിപൊളി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വറ്റൽമുളക് കുരു കളഞ്ഞ് ഒരു 15 മിനിറ്റ് വെള്ളത്തിട്ട് വയ്ക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മല്ലിച്ചപ്പും ചെറുനാരങ്ങനീരും ഉപ്പും എല്ലാം കൂടെ നല്ലോണം അങ്ങ് പേസ്റ്റാക്കി വെക്കണേ. ചിക്കൻ ഇതുപോലെ ഫോർക്കായിട്ട് കുത്തി കൊടുത്ത് അതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് നമ്മളങ്ങ് തിരുമ്മിയെടുക്കണം കേട്ടോ. പിന്നെ ഈ അരച്ച മസാലയും കൂടെ അങ്ങ് അതിലിട്ട് കൊടുത്ത് നല്ലോണം ഒരു 4 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണേ. എല്ലാം ഇതുപോലെ പീസുകളൊക്കെ നിരത്തി വെച്ച് അതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടെ അങ്ങ് അടിച്ചൊഴിക്കണം കേട്ടോ. എന്നിട്ടെല്ലാം കൂടെ ഒന്ന് കൂട്ടി തിരുമ്മി നമ്മൾ വിസിലടുപ്പിച്ചെടുക്കണേ. വെള്ളമൊന്നും ഒഴിക്കണ്ട. വിസിൽ പോയതിന് ശേഷം കുക്കർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിൽ ഗ്രേവി കാണാം. പിന്നെ അതുപോലെ ചിക്കൻ പീസസുകളൊക്കെ ഇതുപോലെ നമ്മൾ ഓയിലില്ലേ, സൺഫ്ലവർ ഓയിലിട്ട് അങ്ങ് പൊരിച്ചെടുക്കണം കേട്ടോ. പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഓയിലിലേക്ക് തന്നെ നമ്മൾ ആ ഒരു ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഗ്രേവി ഒഴിച്ചു കൊടുത്ത് പിന്നെ നല്ലോണം അങ്ങ് വറ്റിപ്പിച്ചെടുക്കണേ. വറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ആ ചിക്കൻ പീസുകളൊക്കെ ഈ മസാലയിൽ മുക്കിയിട്ട് പ്ലേറ്റിൽ നമ്മൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല ഷവായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കണേ.